ദഹനകാലം 5-ാം ഞായർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. കുരിശ് രക്ഷയുടെ അടയാളം. മനുഷ്യന്റെ ജീവനെടുക്കുന്ന സർപ്പദംശനത്തിന്റെ വിഷയത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുവാൻ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി നിർത്തിയ പോലെയാണത്രേ കുരിശിൽ ഉയർത്തപ്പെട്ട യേശു. മനുഷ്യ ശരീരത്തിൽ ബാധിച്ച സർപ്പവിഷത്തിൽ നിന്ന് മനുഷ്യജീവനെ ഉയർത്തപ്പെട്ട സർപ്പവടി രക്ഷിച്ചെങ്കിൽ, യേശു പാപത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിച്ച് ആത്മരക്ഷയും നിത്യജീവനും നൽകുന്നു. മനുഷ്യനിലെ തിന്മയുടെ പ്രതീകമാണ് ആഗ്നേയ സർപ്പം. മനുഷ്യനിൽ തിന്മ നിറയുമ്പോൾ അവന്റെ ശരീരം മാത്രമല്ല, ആത്മാവും മനസ്സും മൃഗതുല്യമാകുന്നു. ചിന്താശക്തിയുള്ള ഒരു മൃഗമായി മനുഷ്യൻ മാറുന്നു. മദപ്പാടിളകിയ പോലെ അവൻ കണ്ണിൽ കണ്ടതൊക്കെ നശിപ്പിച്ച് അവസാനം നാശത്തിന്റെ പടുകുഴിയിൽ അവനും നിപതിക്കുന്നു. നോഹയുടെ കാലത്തെ മഹാവെള്ളപ്പൊക്കവും ലോത്തിന്റെ കാലത്തെ അഗ്നിമഴയും രാജാക്കന്മാരുടെ കാലത്തെ വിപ്രവാസവും അടിമത്തമൊന്നും മനുഷ്യന് പാഠമായില്ല. അവന്റെ ദുർഭഗാവസ്ഥ തിരിച്ചറിഞ്ഞ ദൈവം നിത്യരക്ഷയ്ക്കായി തന്റെ പുത്രനെ തന്നെ ലോകത്തിലേക്ക് അയക്കുന്നു. തന്റെ പുത്രനെ നൽകാൻ തക്കവിധം ദൈവം മനുഷ്യനെ അത്രയധികം സ്നേഹിച്ചു. അന്ന് സർപ്പം മനുഷ്യനെ ഏൽപ്പിച്ച വിഷം കേവലം ഒരു പിച്ചള സർപ്പ ദർശനത്തിലൂടെ ഇല്ലാതാക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നു. മനുഷ്യന്റെ ആത്മാവിനേറ്റ പാപവിഷം മാറ്റാൻ കാളക്കുട്ടിയെയും കുഞ്ഞാടിനെയും ചെങ്ങാലികളെയും ബലിയർപ്പിച്ചതുകൊണ്ട് പ്രയോജനമില്ല എന്നും, മനുഷ്യനുണ്ടാക്കിയ പാപങ്ങൾക്ക് മനുഷ്യൻ തന്നെ പരിഹാരം ചെയ്യണമെന്നതാണല്ലോ ന്യായം. പാപം മൂലം സൃഷ്ടിയിലെ ദൈവഛായ നഷ്ടമാക്കിയ മനുഷ്യന് സ്വയം അതിന് പരിഹാരം ചെയ്യാനാകില്ലാത്തതിനാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം തന്നെ മനുഷ്യസ്ഥാനം ഏറ്റെടുത്ത് സ്വയം ബലിവസ്തുവാകുന്ന ദൈവിക സങ്കല്പത്തിന്റെ ശ്രേഷ്ഠത ഉൾക്കൊള്ളാൻ വേണ്ടി നൽകപ്പെട്ട ഒരു ധ്യാന വിഷയമാണ് തിരുസഭ ഇന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം മനുഷ്യനാകുന്ന അത്ഭുതം. രാജ്യം കെട്ടിപ്പടുക്കുവാനോ യുദ്ധങ്ങൾ നയിക്കാനോ സ്ഥാനമാനങ്ങൾ വെട്ടിപ്പിടിക്കാനോ അല്ല ദൈവം മനുഷ്യനായത്. മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനാണ്. എന്നാൽ ഇന്ന് മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ തന്നെ ആൾദൈവങ്ങളായി അവതാരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇതിലെ തെറ്റും ശരിയും വിവേചിച്ചറിയാൻ കഴിയാതെ സാധാരണ മനുഷ്യൻ നെട്ടോട്ടമോടുകയാണ്. ധ്യാന കേന്ദ്രങ്ങൾ കൂണിന്മേൽ കൂണുപോലെ മുളച്ചു പൊങ്ങുകയും തഴച്ചു വളരുകയും ചെയ്യുന്നു. ലാളിത്യത്തിന് പകരം ശബ്ദ കോലാഹലങ്ങളും ആർഭാടങ്ങളും കുത്തിനിറച്ച് പരസ്പരം പഴിചാരി ദൈവികതത്വം ലവലേശം കാണാൻ കഴിയാത്ത ആത്മീയതയേക്കാൾ ഭൗതികത മുഴച്ചു നിൽക്കുന്ന കേന്ദ്രങ്ങളായി അധംപതിച്ചിരിക്കുന്നു. ഗാഗുൽത്തായിലെ മരക്കുരിശിലെ ധാരണബലിയിലൂടെ രക്ഷപ്രദാനം ചെയ്തെടുത്ത് പണക്കൊഴുപ്പിന്റെ കമ്പോളവൽക്കരണത്തിന്റെ കള്ളസാക്ഷ്യങ്ങളുടെ പ്രദർശന വേദികളായി മാറിയിരിക്കുന്നു പല ധ്യാന കേന്ദ്രങ്ങളും. നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്ന യേശുനാമമാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നാമം. കുരിശിൽ ഉയർത്തി നിർത്തപ്പെട്ടവനെ നോക്കുന്നവരാരും നശിച്ചു പോവുകയില്ല. വേറെ എങ്ങും രക്ഷയില്ല. എന്നാൽ കുരിശിന് പകരം നമ്മുടെ നോട്ടം മറ്റെങ്ങോ ആണ്. ഭൗതികമായ നേട്ടങ്ങളിൽ മാത്രം നമ്മുടെ കണ്ണുകളും മനസ്സും ഉടക്കിക്കിടക്കുകയല്ലേ. പണ്ടൊക്കെ കുരിശ് വരച്ച് എഴുന്നേൽക്കാനും കുരിശ് വരച്ച് കിടക്കാനും യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴും പഠിക്കാൻ ആരംഭിക്കുമ്പോഴും അങ്ങനെ പല സന്ദർഭങ്ങളിലും കുരിശ് വരച്ചുകൊണ്ട് ആരംഭിക്കുന്ന ആ നല്ല ശീലം വീണ്ടെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അത് രക്ഷയുടെ അടയാളമാണ്, സംരക്ഷണത്തിന്റെ അടയാളമാണ്. കുരിശിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും. അവരുടെ പാതയിൽ പ്രകാശമായി അവൻ എന്നും സഞ്ചരിക്കും. എന്നാൽ വെളിച്ചത്തിലേക്ക് വരാൻ അവർ ഭയപ്പെടുന്നു. പ്രകാശത്തേക്കാൾ അവർ അന്ധകാരത്തെ സ്നേഹിച്ചു. അവൻ ലോകത്തിന്റെ പ്രകാശമാണ്. അവനിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല.